ഇന്ത്യ വിരുദ്ധ നിലപാട് എടുത്തതോടെ മാൽദ്വീപിന് തിരിച്ചടിയുടെ സമയമാണിപ്പോൾ. ഇന്ത്യയെ തൊട്ടാൽ പൊള്ളുമെന്ന് മുഹമ്മദ് മയൂസിന് മനസ്സിലായി കഴിഞ്ഞു. രാജ്യത്തെ കടക്കണി കാരണം പുതിയ വികസന പദ്ധതികളൊന്നും ആരംഭിക്കാനാകില്ലെന്ന് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മയൂസ് പറഞ്ഞു. തന്റെ ഭരണകൂടത്തിന് പാരമ്പര്യമായി ലഭിച്ച സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മുഹമ്മദ് മയൂസ് പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദ്വീപ് സമൂഹത്തിൽ മുടങ്ങിക്കിടക്കുന്ന പദ്ധതികളെക്കുറിച്ച് പരാതിപ്പെടുന്ന ആളുകളുടെ സമ്മർദ്ദത്തിനാൽ മയൂസുവിന് സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ അവസ്ഥ വെളിപ്പെടുത്തേണ്ട അവസ്ഥയാണിപ്പോൾ. അടുത്ത 2 മാസം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഇത് ഏറ്റവും നിർണായകമായ സമയമാണ്. രാജ്യത്തെ ദ്വീപുകളിലൊന്നായ ഗുറൈദു സന്ദർശനത്തിനിടെയാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. എന്നാൽ വരുമാനം നേടുന്നതിന് ആവശ്യമായ ജോലി ചെയ്യാൻ ഇപ്പോൾ തുടങ്ങുകയാണെന്നും മാൽദ്വീപ് പ്രസിഡന്റ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ ന്യൂഡൽഹിയുമായുള്ള മാലയുടെ ബന്ധം അവസാനിച്ചത് നല്ല രീതിയിൽ ബാധിച്ചു. സർക്കാർ കടങ്ങൾ മാത്രമല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള സംരംഭകരുടെ കടമെടുപ്പും ഉയർന്നിട്ടുണ്ട്. സുസ്ഥിര വികസനം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിലുള്ളതിനാൽ യാഥാർത്ഥ്യം പരിഗണിക്കാതെ പഴയകാല പൊതുരീതിയിൽ തറക്കല്ലിട്ട് അത് ഫലം നൽകുന്നത് ഒന്നായിരിക്കുകയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ അധികാരമേറ്റ മയൂസു ചൈനയുടെ നേർക്ക് തിരിഞ്ഞു. ഇത് മാലയ്ക്ക് വായ്പ നൽകുന്ന പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ്. ഞങ്ങൾ കടം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ ആഗ്രഹമുണ്ട്. എന്നാൽ ഇക്കാരണത്താൽ മുടങ്ങിക്കിടക്കുന്ന എല്ലാ പദ്ധതികളും ആരംഭിക്കാനും എല്ലാ ദ്വീപുകളും ഒരേ സമയം പുതിയ പദ്ധതികൾ ആരംഭിക്കാനും ഞങ്ങൾക്ക് കഴിയില്ല. എല്ലാവരുടെയും അഭ്യർത്ഥനകൾ ഒരേ സമയം നിറവേറ്റുമെന്ന് ജനങ്ങളോട് പറയാനാകില്ലെന്നും മാൽദ്വീപ് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് പാരമ്പര്യമായി ലഭിച്ച സമ്പദ് വ്യവസ്ഥ മോശം അവസ്ഥയിലാണ്. കടത്തിന്റെ തോത് കാരണം നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ടെന്നും മാൽദ്വീപ് പ്രസിഡന്റ് പറഞ്ഞു. തന്റെ ഇന്ത്യ വിരുദ്ധ നിലപാടിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് തിരിച്ചടി നേരിടുന്ന മയൂസു ലോകബാങ്കിലെയും IMFലെയും ഉദ്യോഗസ്ഥരുമായി താൻ കൂടിക്കാഴ്ച നടത്തിയെന്നും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താനുള്ള പരിഹാരമാണ് സർക്കാരിന്റെ നയങ്ങൾ നടപ്പിലാക്കുക എന്ന് അവർ സമ്മതിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഇന്ത്യ ഒന്ന് പിന്മാറിയാൽ നിലം പതിക്കുന്നതാണ് മാൽദ്വീപ് എന്ന് മുഹമ്മദ് മയൂസിന് മനസ്സിലായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.